PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിക്കാനുള്ള ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമ്പർ 433/2023 ഉള്ള അസിസ്റ്റൻറ്റ് മാനേജർ ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് വൈഡ് ആണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 24,060 തൊട്ട് 69,610 അപ്പോൾ ഈ പരീക്ഷയുടെ ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ OMR പരീക്ഷ നടന്നിരുന്നത് 29/10/2024 അപ്പോൾ ഇവിടെയും ഈ രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിലാണ്, അതായത് രജിസ്റ്റർ നമ്പറിൻ്റെ തന്നെ ഓർഡറിലാണ്, അല്ലാതെ റാങ്കിൻ്റെയോ സ്കോറിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോബബിലിറ്റി ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 469ഉം സപ്ലിമെൻ്ററി ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 468ഉം. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഈ ഷോർട്ട് ലിസ്റ്റിലുള്ളത് 937 ഇനി ഈ മെയിൻ ലിസ്റ്റിലെ അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലൊക്കെ ഈ OMR പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ള സ്കോർ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് കാൻഡിഡേറ്റ് നേടിയിട്ടുള്ള മാർക്ക്, അതായത് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 51. പിന്നെ റിസർവേഷൻ കാറ്റഗറിക്കാർക്കും അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിക്കാർക്കൊക്കെ ഈ കട്ട് ഓഫ് മാർക്ക് ലോവർ ചെയ്തിട്ടുണ്ട്, അവരുടെ പ്രാതിനിധ്യം ജോലിയിലും ഒക്കെ ഉറപ്പിക്കാനായിട്ട്. ഇനി ഈ നിങ്ങളപ്പോൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഷോർട്ട് ലിസ്റ്റ് നോക്കി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും കൊടുക്കാത്തവരുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും. ഇനി അങ്ങനെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടൈം വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിൻ്റെ ഡേറ്റും ടൈമും പിന്നെ സ്ഥലമൊക്കെ PSC പബ്ലിഷ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അധികം വൈകാതെ. ഈ രജിസ്റ്റർ നമ്പർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ നമ്പർ വെരിഫൈ ചെയ്യുക. നിങ്ങളതൊരു കമൻസിലിട്ടാൽ നല്ലതായിരുന്നു, നിങ്ങളതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി നിങ്ങൾ ആ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സൊക്കെ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കാതിരുന്നാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ ക്യാൻസൽ ആവും അല്ലെങ്കിൽ ഡിലീറ്റ് ആവും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ റിസർവേഷൻ, അതായത് OBC കാറ്റഗറിപ്പെട്ടവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും പിന്നെ SC ST പെട്ടവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും EWS കാറ്റഗറിക്കാർ അതിൻ്റെ EWS സർട്ടിഫിക്കറ്റൊക്കെ ഈ വെരിഫിക്കേഷൻ സമയത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയും റീവാലുവേഷൻ ആൻസർ സ്ക്രിപ്റ്റ് അനുവദിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.